നമസ്കാരം. നിത്യജ്യോതിഷത്തിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. 2025 മാർച്ച് മാസം 8-ാം തീയതി 1200-ാം ആണ്ട് കുംഭമാസം 24-ാം തീയതി ശനിയാഴ്ച. ഇന്ന് നക്ഷത്രം വന്നിരിക്കുന്ന തിരുവാതിര നക്ഷത്രമാണ്. തിരുവാതിര നക്ഷത്രം, അതുപോലെ ശനിയാഴ്ച. ശനി എന്ന് പറയുമ്പോൾ എല്ലാവർക്കും അറിയാം, മന്ദനാണ്. ജ്യോതിഷത്തിൽ മായ എന്ന അക്ഷരം കൊണ്ടാണ് ശനിയെ ഇൻഡിക്കേഷൻ ചെയ്യണേ. രാവിലെ ഉറക്കമൊഴിച്ച് നോക്കുമ്പോൾ ഇന്ന് ശനിയാണ്, അതുകൊണ്ടൊന്നും കൊള്ളൂല എന്നൊന്നും പറയാനായിട്ട് കാണരുത്. ഓരോ ദിവസത്തിന് അതിൻ്റേതായ പ്രാധാന്യമുണ്ട്. ഇന്നത്തെ നക്ഷത്രമൊക്കെ ശുഭനക്ഷത്രമാണ്. തിരുവാതിര നക്ഷത്രം ശുഭനക്ഷത്രമാണ്. പക്ഷെ ഇന്നത്തെ ആഴ്ച ശനിയാഴ്ചയാണ്. അപ്പോൾ ഇന്നത്തെ ദിവസം പ്രപഞ്ചം ശനിക്ക് അനുവദിച്ചു കൊടുത്തിരിക്കുന്ന ദിവസമാണ്. അപ്പോൾ അദ്ദേഹത്തിനാണ് ഇന്ന് പവർ. ശനിയാണ് ഇന്ന് അധിപൻ. അപ്പോൾ ശനിയുടെ കൺട്രോളിലാണ് ഇന്ന് കാര്യങ്ങൾ. അതുകൊണ്ട് ശനിയെ വളരെ ശ്രദ്ധിച്ചാണ്. ശനി എന്ന് വെച്ചാൽ മന്ദനാണ്. കാര്യങ്ങളെല്ലാം മന്തി പോയിക്കും, കാര്യങ്ങൾ സ്മൂത്തായി പോകത്തില്ല. വീട്ടിൽ നിൽക്കുന്നവരാണെങ്കിൽ വളരെ ശ്രദ്ധിച്ച് നിൽക്കണം. ശത്രുക്കളെ ഉണ്ടാക്കും. പലതരത്തിൽ നമ്മൾ പറയുന്നത് തന്നെ മറ്റുള്ളവർക്ക് നെഗറ്റീവ് എനർജി നിൽക്കുകയല്ലേ. അപ്പോൾ നമ്മൾ ചെയ്യുന്നത് പലതും പ്രവർത്തിക്കുന്നത് നെഗറ്റീവ് ആവും. നമ്മൾ ചെയ്യണത് മാത്രമല്ല, എല്ലാവരുടെ ഭാഗത്തു നിന്നും വരും. അപ്പോൾ നമ്മുടെ ഭാഗത്ത് നമ്മൾ നല്ലത് പറഞ്ഞാലും ദോഷമായി വരുന്ന സമയമൊന്ന് സാരം. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കുകയാണ് ഇതിനുള്ള പരിഹാരം. ഇന്ന് തിരുവാതിര നക്ഷത്രം, കുംഭമാസത്തിലെ തിരുവാതിര നക്ഷത്രം ബർത്ത്ഡേ വന്നിട്ടുള്ളവർക്ക് ഒരു വർഷത്തെ ഫലത്തെയാണ് നമുക്ക് ചിന്തിക്കേണ്ടത്. വാർഷിക ഫലത്തെ ചിന്തിക്കുമ്പോൾ വളരെ ശ്രദ്ധിക്കേണ്ട ഒരു വർഷമാണ് നിങ്ങൾക്ക്. ശനി മന്ദനാണ്, കാര്യതടസ്സം ഉണ്ടാക്കും, ശാരീരിക അസ്വസ്ഥത ഉണ്ടാവും, അപകടങ്ങളപ്പെടുത്തും, പ്രത്യേകിച്ച് കാലിന് തകരാറ് വരുത്തും. അതുപോലെ തന്നെ ശത്രുക്കളുടെ എണ്ണം കൂട്ടും. ഇതൊക്കെ വരാനിടയുള്ള വർഷമായതുകൊണ്ട് നിങ്ങളുടെ ദോഷത്തെ നിങ്ങൾ വിചാരിച്ചാൽ മാറ്റാൻ പറ്റും. ഇതെന്തിനാണ് നമ്മൾ അറിയുന്നതെന്ന് വെച്ചാൽ, നമ്മൾ ദോഷം വേറെ ആർക്കും വന്ന് മാറ്റാൻ പറ്റത്തില്ല, നമുക്കേ പറ്റുള്ളൂ. നമ്മൾ ശ്രദ്ധിക്കണം. ചില ആളുകൾ പറയും, ഇപ്പോൾ നിങ്ങൾക്ക് സമയം വളരെ മോശമാണ്, നിങ്ങളിപ്പോൾ വാഹനം എടുക്കാൻ വേണ്ടി വരെയാണ്, വാഹനം എടുക്കരുത്, നമുക്ക് വാഹനം പിന്നീട് ഒരു 6 മാസം കൂടി കഴിഞ്ഞിട്ട് വാഹനം വാങ്ങാം. എന്താണ് സാറേ അതിന് കാരണം? അതുകൊണ്ട് നിങ്ങൾക്ക് 6 മാസത്തേക്ക് വളരെ മോശം സമയം നിൽക്കുകയാണ്. നിങ്ങൾ വാഹനം എടുത്ത് വണ്ടി ഓടിച്ചാൽ ആക്സിഡൻ്റൊക്കെ വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ എൻ്റെ ഭാര്യയ്ക്ക് ഇപ്പോൾ നല്ല സമയമാണ്. ശുക്രൻ്റെ ദശ, വാഹനം എടുക്കാനും വാഹനം ഓടിക്കാനും ഒക്കെ നല്ല സമയം. ഇദ്ദേഹം എന്ത് ചെയ്യും? ബുദ്ധിപരമായിട്ട് ഭാര്യയുടെ പേരിന് വണ്ടി എടുത്തിട്ട് ഇദ്ദേഹം അങ്ങ് ഓടിക്കും. വണ്ടി ആക്സിഡൻ്റ് ആവും. ഇദ്ദേഹത്തിനാണ് ദോഷം. ഇദ്ദേഹം ഓടിച്ചാലേ വണ്ടി ആരെ പേരിന് എടുക്കുന്നു എന്നുള്ളിടത്തല്ല, ആര് ചെയ്യുന്നു എന്നാണ് കാരണം. അപ്പോൾ ആളെല്ലാം അതിബുദ്ധി കാണിച്ചു കളയും. അപ്പോൾ അതുകൊണ്ട് നമ്മളിൽ നിൽക്കുന്ന നെഗറ്റീവ് എനർജി നമ്മൾ അറിയണം. അപ്പോൾ നമ്മൾ അത്രയും ശ്രദ്ധിച്ച് ഇതിന് പരിഹാരമായി ശനി കവചം, ഒരു ശനീശ്വര യന്ത്രം, സാമ്പത്തിക നഷ്ടവും കാര്യതടസ്സവും ഒക്കെ വരാൻ സാധ്യതയുള്ളതുകൊണ്ട് ഇതിൽ നിന്നെല്ലാം അതിജീവിച്ച് പോകാൻ വേണ്ടി ധന ആകർഷണ യന്ത്രവുമായി ചേർത്ത് ഒരു ശനി കവചം ദേഹരക്ഷയായിട്ടോ പേഴ്സിലോ നമ്മളെ കൂടെ കരുതണം. ബർത്ത്ഡേ വന്നിട്ടുള്ളവർക്ക് മതി, ഒരു ദിവസത്തേക്ക് വേണ്ടിയൊന്നും ചെയ്യണ്ട, പ്രാർത്ഥിച്ചാൽ മാത്രം മതി, ശ്രദ്ധിച്ചാൽ മാത്രം മതി. വാർഷിക ഫലത്തെ ചിന്തിക്കുന്നവർ, വർഷത്തെ ബർത്ത്ഡേ വന്നിട്ടുള്ളവർ സൂക്ഷിക്കണം. അതുപോലെ ഇന്ന് ഓരോ കാര്യത്തിന് ഇറങ്ങുമ്പോൾ, ഒന്ന് പൊതുവേ നല്ല സമയമല്ല, ഇറങ്ങുമ്പോൾ നിങ്ങൾ രാഹുകാലം നോക്കി. രാഹു എന്ന് പറയുമ്പോൾ ശരിക്കും ശനിയുടെ ദിവസം, ശനി മന്ദനാണ്. രാഹു എന്ന് പറയുമ്പോൾ ഇഴഞ്ഞേ പോവുള്ളൂ, പാമ്പ്. അപ്പോൾ രണ്ടും കൂടി ബാധിച്ചാൽ വളരെ ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് രാഹുകാല സമയം അവോയ്ഡ് ചെയ്തിട്ട് വേണം നമുക്ക് ഓരോ കാര്യത്തിന് യാത്ര തിരിക്കാൻ. രാഹുകാല സമയം കലണ്ടറിൽ 9 മണി മുതൽ 10:30 മണി വരെ നീട്ടിട്ടുണ്ട്. പക്ഷേ 9 മണിക്ക് രാഹുകാലം തുടങ്ങൂല. 9 മണി 37 മിനിറ്റിനെ സ്റ്റാർട്ട് ചെയ്യുള്ളൂ. അതുപോലെ 11 മണി 6 മിനിറ്റ് വരെ രാഹുകാല സമയമുണ്ട്. അപ്പോൾ രാഹുകാല സമയം ശ്രദ്ധിച്ച് പോകണം. അതുപോലെ യമകണ്ഠ കാലവും ഗുളികകാല സമയമുണ്ട്. അപ്പോൾ ഗുളികൻ്റെ ബന്ധം നിൽക്കുന്ന സമയം ശരിക്ക് 6 മണി 39 മിനിറ്റ് തൊട്ട് 8 മണി 8 മിനിറ്റ് വരെയും. യമകണ്ഠ കാല സമയം വരുന്നത് 2:04 മുതൽ 3:34 വരെയും. ഈ സമയം ഒരു ശുഭകാര്യങ്ങൾക്കും എടുക്കരുത്. ഇത് പലതരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കാൻ ഇടവരുന്ന സമയം തന്നെയാണ്. അതേപോലെ തന്നെ ഇന്നത്തെ അഭിജിത്ത് മുഹൂർത്തം വരുന്നത്, എല്ലാ ദിവസവും അഭിജിത്ത് മുഹൂർത്തമുണ്ട്. നമുക്ക് ചില കാര്യങ്ങൾ ചെയ്തേ തീരുള്ളൂ എന്ന അവസ്ഥ വന്നാൽ അഭിജിത്ത് മുഹൂർത്തത്തെ ആശ്രയിക്കും. 12 മണി 11 മിനിറ്റ് തൊട്ട് അഭിജിത്ത് മുഹൂർത്തം തുടങ്ങുകയാണ്. 12:11 തൊട്ട് 12 മണി
59 മിനിറ്റ് വരെ അഭിജിത്ത് മുഹൂർത്തമുണ്ട്. ഇതൊരു 4 മിനിറ്റ് നേരം ഇതിനിടയ്ക്ക് കൊള്ളാതെ ഉള്ളൂ മധ്യസമയം. പോയിട്ട് 44 മിനിറ്റ് നമുക്കെടുക്കാം. എന്തെങ്കിലും കാര്യങ്ങൾക്ക് ഇന്നത്തെ ദിവസം ചെയ്തേ തീരുള്ളൂ എന്നുള്ള കാര്യങ്ങൾ വിട്ട് കളയേണ്ട, നമുക്ക് ഈ സമയത്ത് എടുക്കാം. അതുപോലെ വസ്ത്രധാരണം, ഇന്നത്തെ പ്രപഞ്ചത്തിൽ ശനിയുടെ ചൈതന്യം നിൽക്കുന്ന സമയമാണ്. ശനിയുടെ കൺട്രോളിലാണ്. ശനിയുടെ ചൈതന്യം നമുക്ക് ലഭിക്കാനും നെഗറ്റീവ് എനർജി കുറയ്ക്കാനുമായിട്ട്, നമ്മളിൽ നിൽക്കുന്ന നെഗറ്റീവ് കുറയ്ക്കാനുമായിട്ട് ശനിയുടെ വസ്ത്രം ധരിക്കുന്നത് നന്നായിരിക്കും. നീല കളറോ കറുപ്പ കളറോ മങ്ങിയ കളറോ ആയിട്ടുള്ള വസ്ത്രം ധാരണം ചെയ്യുന്നത് ഭാഗ്യദായകമായി തീരും. അപ്പോൾ ഇന്നത്തെ ദിവസം എല്ലാവർക്കും ഐശ്വര്യഫലത്തെ പ്രദാനം ചെയ്യട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.